ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ, നമ്മളൊരു വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണെങ്കിലും ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വയറുകളാണെന്നാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു 3 ഫേസ് ഡി ബി ആണ്. 3 ഫേസ് ഡി ബിയിൽ വരുന്ന വയറിങ് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഒരു സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റൂമിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും മെയിനായിട്ട് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. ഇതാണ് 5 വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എ സിയുടെ സർക്യൂട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. എ സിയുടെ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്നത് 2.5ൻ്റെ വയറുകളാണ് കൊടുത്തത്. ഈ കാണുന്ന ആദ്യത്തെ നീലയും മഞ്ഞയും എ സിക്ക് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. നീല ന്യൂട്രലും മഞ്ഞ ഫേസുമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് RYB എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. R എന്ന് പറയുന്നത് റെഡ്, Y എന്ന് പറയുന്നത് യെല്ലോ, B എന്ന് പറയുന്നത് ബ്ലൂ. അതായത് RYBയിൽ ഏതാണോ ഏറ്റവും ആദ്യമുള്ളത് അതായിരിക്കും അതിൻ്റെ ഫേസ്. ഇപ്പോൾ R ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, റെഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് Y ആയിരിക്കും ഫേസ് വരുന്നത്. Y ഫേസ്, മഞ്ഞ ഫേസ് വരും, ബ്ലൂ നീല നമ്മുടെ ന്യൂട്രലുമായിട്ട് വരും. ഇതാണ് എ സിയുടെ സർക്യൂട്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റൂമിലേക്കുള്ള സർക്യൂട്ട്, വേറെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് സർക്യൂട്ടിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. ആദ്യമേ തന്നെ എർത്ത് വരുന്നത് 1.5 വരുന്നു, മഞ്ഞ ഇൻവെർട്ടർ വരുന്നു 1.5, മഞ്ഞ ഇൻവെർട്ടർ വരുന്നു. പിന്നെ അതിനുശേഷം 1.5 റെഡ് വരുന്നത് ഫേസ് വരുന്നു. അതിനുശേഷം 1.5 ബ്ലാക്ക് വരുന്നത് ന്യൂട്രൽ വരുന്നു. നമുക്കിവിടെ നീല വയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു 1.5 നമ്മുടെ റെഡ് വയർ തന്നെ എടുത്തതിന് ശേഷം അതിൽ നീല ടേപ്പ് ചിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നീല ടേപ്പ് ചിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാസ്റ്ററായിട്ട് നമ്മളത് കണക്ക് കൂട്ടുന്നു. അതായത് എല്ലാ സ്ഥലത്തും നമുക്ക് കളർ കോഡിങ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, കാരണം വരുന്ന വയറിനനുസരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്ന വയർ നമുക്ക് കളർ ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടേപ്പ്, അതായത് ഇൻസുലേഷൻ ടേപ്പ് അതിൽ ചിറ്റി എക്സ്ട്രാ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വയറിൻ്റെ സിസ്റ്റം നോക്കി അറിയാൻ പറ്റും. കണ്ടോ, 1.5 അതായത് 2.5ൻ്റെ മഞ്ഞ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ 1.5ൻ്റെയാണ് നമ്മൾ എർത്ത് കൊടുക്കുന്നത്. എല്ലാം തന്നെ 1.5 ആണ് കൊടുക്കുന്നത്. മാസ്റ്ററും ഇൻവെർട്ടറും വരുന്നത് 1.5 ആണ് വരുന്നത്. ഇത് ഇൻവെർട്ടർ സെക്ഷൻ മഞ്ഞ വരുന്നത് 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂട്ടർ വന്നിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക്, നമുക്ക് ചില റൂമുകളിലേക്ക് നമുക്ക് അധികം അത്യാവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് 1.5 കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയർ ഷോർട്ടേജ് ആയതുകൊണ്ട് നമ്മൾ നീല ടേപ്പ് അടിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മാസ്റ്ററായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഡി ബി ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കളർ കോഡിങ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായി കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് കളർ കോഡിങ് നമ്മൾ ടേപ്പിൽ, ഇൻസുലേഷൻ ടേപ്പിൽ അടിച്ച് ക്ലിയർ ചെയ്ത് മാറ്റിയിടുന്നു. അപ്പോൾ ഡി ബി ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, കാരണം മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. ഇതുപോലെ കളർ റെക്കോർഡിംഗ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിൻ സർക്യൂട്ട് 2.5 സർക്യൂട്ടുകളാണ് വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്. അതിൽ എർത്ത് വരുന്നത് മാത്രം 1.5, ബാക്കിയെല്ലാം 2.5. പിന്നെ ചെറിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വലിക്കുന്ന എല്ലാം 1.5 ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാ വയറുകളും നമ്മൾ 1.5 ആണ് കൊടുക്കുന്നത്. പിന്നെ ലൈറ്റിലേക്ക് പോകുന്ന ലീഡുകളെല്ലാം തന്നെ 1 സ്ക്വയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്വിച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും ഡൗട്ട് വരുന്നില്ല. എല്ലാ സർക്യൂട്ടും കാര്യങ്ങളും 1.5ഉം 2.5 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ചാൽ ലീഡുകളെല്ലാം വരുന്നത്, അതിൽ ലൈറ്റിലേക്കും ഫാനിലേക്കും പോകുന്നതെല്ലാം 1 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തെറ്റ് വരാൻ ചാൻസസ് കുറവാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.